അപ്പോൾ നമ്മൾ ക്ലിനിക്കൽ കേസ് ഫയൽസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് നോക്കി നോക്കാം. പെരിഫറൽ അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ലീവോഡോപ്പ ഇൻക്ലൂഡിംഗ് നോസിയ, ഹൈപ്പോടെൻഷൻ ആൻഡ് കാർഡിയക് അറിത്മിയാസ് ക്യാൻ ബി ഡിമിനിഷ്ഡ് ബൈ ഇൻക്ലൂഡിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഇൻ ദിസ് തെറാപ്പി. അതായത് നമ്മുടെ പെരിഫറൽ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ലീവോഡോപ്പ എന്തിനു കൊടുക്കുന്ന ഡ്രഗാണ്? നമ്മുടെ പാർക്കിൻസോണിസത്തിന് കൊടുക്കുന്ന ഡ്രഗാണ് അല്ലേ. അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഓക്കെ, അതായത് ഹൈപ്പോടെൻഷൻ, നോസിയ, കാർഡിയക് അറിത്മിയാസ് ഇതൊക്കെ കോസിങ്. ഇതല്ലാണ്ട് ഓൺ ഓഫ് ഫിനോമിനോൺ, അതുപോലെ തന്നെ വിയറിങ് ഓഫ് ഫിനോമിനോൺ, അതുപോലെ തന്നെ ഇൻവോളണ്ടറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മുടെ ലീവോഡോപ്പ. അപ്പോൾ ഈ ലീവോഡോപ്പയുടെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പിനേഷൻ തെറാപ്പി ആയിട്ട് ഇതിൽ ഏത് ഡ്രഗാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കാർബിഡോപ്പയാണ് നമ്മുടെ ആൻസർ. അപ്പോൾ കാർബിഡോപ്പ ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കാർബിഡോപ്പ ഈസ് എ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ. അപ്പോൾ ഈ ബ്രെയിനിലോട്ട് നമ്മുടെ ലീവോഡോപ്പ എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യും? അവിടെ വെച്ച് കാർബിഡോപ്പ നമ്മൾ ലീവോഡോപ്പയെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന് എമൗണ്ട് കുറയ്ക്കും. ബ്രെയിനിലോട്ട് കടത്തി വിടേണ്ട എമൗണ്ട് കുറച്ചിട്ട് നോസിയും വോമിറ്റിങ്ങും എന്താ ചെയ്യുക? കുറയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, കാർബിഡോപ്പ ഇൻഹിബിറ്റ്സ് ദ പെരിഫറൽ ഡീകാർബോക്സിലേഷൻ ഓഫ് ലീവോഡോപ്പ ടു ഡോപ്പമൈൻ, thereby diminishing the gastrointestinal and cardiovascular side effects of levodopa. Okay, the other agents listed do not ameliorate adverse effects of levodopa. ബാക്കിയുള്ളതൊന്നും എന്തില്ല, ലീവോഡോപ്പയുടെ സൈഡ് എഫക്ട്സ് കുറയ്ക്കില്ല. ഓക്കെ, അപ്പം അമാൻറ്റാഡിൻ എന്ന് പറയുന്നത് ആൻറ്റി ഡിസ്കൈനറ്റിക് മെഡിസിൻ ആണ്. അപ്പോൾ അത് എന്താ പറയുക, മൂവ്മെൻറ്റ്സ്, അതായത് മൂവ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? അൺകൺട്രോൾഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമാൻറ്റാഡിൻ കൊടുക്കുക. റോപ്പിനറോളും അതുപോലെ തന്നെ നമ്മുടെ പ്രാമിപെക്സോളും വന്നിട്ട് ഡോപ്പമൈൻ അഗോണിസ്റ്റ് ആണ്. ഇത് നോൺ എർഗോൾ ആണ്. ഇത് രണ്ടും നമ്മൾ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം, അതായത് RLS, റെസ്റ്റ് ലെസ് ലെഗ് സിൻഡ്രോമിനാണ് നമ്മൾ മെയിനായിട്ടും കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് ടോൾകാപ്പോൺ ആണ്. ടോൾകാപ്പോൺ എന്ന് പറയുന്നത് ഒരു കോംപ്റ്റ് ഇൻഹിബിറ്ററാണ്, അതുകൊണ്ട് അത് നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 45-year-old man who has been injured in a car accident is brought into the emergency room. His blood alcohol level on admission is 275 mg per deciliter. Hospital records shows a prior hospitalization for alcohol related seizures. Okay, his wife confirms that he has been drinking heavily for 3 weeks. What treatment should be provided to the patient if he goes into withdrawal? അതായത് നമ്മുടെ 45 years old man എന്ന് പറയുന്നത് ആളെന്ത് ചെയ്തു? കാർ ആക്സിഡൻറ്റ് പറ്റിയിട്ട് എമർജൻസി റൂമിലോട്ട് കൊണ്ടുവരികയാണ്. വരുന്ന സമയത്ത് ആളുടെ ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്തപ്പം നമ്മുടെ ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ, അതായത് BAC എന്ന് പറയുന്നത് എത്രയാണ്? 275 mg per deciliter ആണ് അല്ലേ. ഈവൻ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ BAC ലെവൽ എന്ന് പറയുന്നത് ലെസ് ദാൻ 50 ആണെങ്കിലേ അത് സേഫ് ഉള്ളൂ. ഓക്കെ, ഇപ്പം 300 ഒക്കെ ആണെന്ന് പറഞ്ഞാൽ അത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, ഈവൻ ഡെത്തിന് വരെ സംഭവിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡിൽ ആൽക്കഹോൾ റിലേറ്റഡ് സീഷർ ആണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആളുടെ വൈഫ് പറയുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം കാരണം 3 weeks ആയിട്ട് അയാൾ എന്ത് തന്നെയാണ്? ആൽക്കഹോളിക് തന്നെയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ആ പേഷ്യൻറ്റിന് കൊടുക്കണ്ടേ? ആളിപ്പം ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസിനായിട്ട് അയാൾക്ക് എന്താണ് കൊടുക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ ലൊറൈസെപ്പാം ആണ്. ലൊറൈസെപ്പാം നമുക്കറിയാം ബെൻസോഡൈസെപ്പീൻ ആണ്. അതിനെന്തുണ്ട്? കാമിങ് എഫക്റ്റ് അല്ലെങ്കിൽ റിലാക്സേഷൻ ഉള്ള എഫക്റ്റ് ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നത്? നമ്മുടെ ലൊറൈസെപ്പാം കൊടുക്കുന്നത്. ബാക്കിയൊന്നും സെലക്റ്റീവായിട്ടുള്ള ഡ്രഗ്സ് അല്ല. ഓക്കെ, ഫിനോബാർബിറ്റോൾ, ഫെനിറ്റോയിനൊക്കെ കൊടുക്കാം, പക്ഷേ നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പം റീസൺ നോക്കാം. B. It is important to treat the seizures associated with alcohol withdrawal. Okay, benzodiazepines such as chlordiazepoxide, diazepam or the shorter acting lorazepam are effective in controlling this problem. They are less sedating than pentobarbital or phenytoin. അതായത് എന്താ നമ്മുടെ ഈ ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള സീഷനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ
ലൊറാസെപ്പം അല്ലെങ്കിൽ ബെൻസോഡൈസെപ്പിൻ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ് പ്രിഫറബിൾ ആയിട്ട് നമ്മൾ പറയാം. അതിലും ഏതാ പ്രിഫറബിൾ? ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള ഡയസെപ്പിൻ, ബെൻസോഡൈസെപ്പിൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which agent is best used in emergency room setting for patients who are believed to have received too much of benzodiazepine drug or taken an overdose of benzodiazepine? ഇതെന്താ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ഏത് ഏജൻ്റാണ് നമ്മുടെ ബെൻസോഡൈസെപ്പിൻ്റെ ഓവർഡോസ് ആയാൽ കൊടുക്കുക, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ആൻറ്റിഡോട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം അതിലേതാ കൊടുക്കുന്നത്? ഫ്ലൂമാസെനിലാണ്. നമുക്ക് എന്താ റീസൺ നോക്കി നോക്കാം. ഓക്കെ, ഫ്ലൂമാസെനിൽ is only indicated to reverse the effects of benzodiazepine via antagonizing the benzodiazepine receptor. അതായത് ബെൻസോഡൈസെപ്പിൻ റിസെപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? അൻറ്റഗോണൈസ് ചെയ്തിട്ട് അതിൻ്റെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആര്? ഫ്ലൂമാസെനിൽ എന്ന് പറയുന്ന ഡ്രഗ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് വിത്ത് കോഷൻ ഡ്യൂ ടു റിസ്ക് ഓഫ് സീഷ്യസ് ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം recipient of benzodiazepines or if the overdose attempt was with mixed drugs. Naloxone is an opioid receptor antagonist. The other agents are not efficacious in reversing the effects of benzodiazepine. അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻറ്റിഡോട്ട് ആണ്. ബെൻസോഡൈസെപ്പിൻ്റെ ഓവർഡോസ് കാരണം നമ്മൾ ഏത് ഡ്രഗ് കൊടുക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ നലോക്സോൺ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അതെന്താ? ഓപ്പിയോയിഡ് റിസെപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. ഇൻ കേസ് നമ്മൾ വേറെ ഏജൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? നമ്മുടെ റാമൽട്ടോൺ, ഡോക്സെപ്പിൻ എടുക്കുകയാണെങ്കിൽ അതെന്താ? അത് ആ റിവേഴ്സിങ് എഫക്റ്റ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 55-year-old teacher began to experience changes in mood. He was losing interest in his work and lacked the desire to play his daily tennis match. He was preoccupied with feelings of guilt, worthlessness, and hopelessness. In addition to the psychiatric symptoms, the patient complained of muscle aches throughout his body. Physical and laboratory tests were unremarkable. After 6 weeks of therapy with fluoxetine, his symptoms resolved. However, the patient complains of sexual dysfunction. Which of the following drugs might be useful in this patient? ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ എളുപ്പമാണ്. ഒന്ന് വായിച്ച് മനസ്സിലാക്കി നമുക്ക് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എന്താ? ഒരു 55-year-old ഒരു ടീച്ചറാണ്. ആ ടീച്ചർക്ക് മൂഡ് സ്വിങ്സ് ആണ്. ഓക്കെ, മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ സൈക്കാട്രി ഡിപ്പെൻഡഡ് ആയിരിക്കാം, മേ ബി ഡിപ്രസീവ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, അപ്പം ആൾ ഡെയിലി ടെന്നീസ് കളിക്കാൻ പോകുന്ന ഒരാളാണ്. പക്ഷെ ആൾക്ക് അതിലും ഇൻട്രസ്റ്റ് പോയി. അപ്പം ആൾക്ക് തന്നെ തോന്നുകയാണ് ഗിൽറ്റി അല്ലെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് ആണ് അയാൾക്ക് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ആളുടെ ഫിസിക്കലും ലബോറട്ടറി ടെസ്റ്റിലും തന്നെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ ആൾ പിന്നെ എന്ത് ചെയ്തു? ആഫ്റ്റർ 6 weeks, അതായത് ഓൾറെഡി ഫ്ലൂഓക്സെറ്റിൻ എന്താ? ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. ഓൾറെഡി ഫ്ലൂഓക്സെറ്റിൻ ആൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 6 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് എന്ത് തോന്നി? സെക്ഷൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കും. നമ്മുടെ ആൻറ്റി ഡിപ്രസൻറ്റിൻ്റെ മെയിൻ ഒരു അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം സെക്ഷൽ ഡിസ്ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഈ താഴെ പറയുന്ന ഡ്രഗ്സിൽ ഏതാണ് യൂസ്ഫുൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മിർട്ടാസെപ്പിനാണ് നമ്മൾ കൊടുക്കുക. റീസൺ എന്താ നോക്കി നോക്കാം. മിർട്ടാസെപ്പിൻ ഈസ് ലാർജ്ലി ഫ്രീ ഫ്രം സെക്ഷൽ സൈഡ് എഫക്ട്സ്. ഓക്കെ, നമ്മുടെ ആ താഴെ പറയുന്ന 4 ഡ്രഗ്സിൽ മിർട്ടാസെപ്പിനാണ് സെക്ഷൽ സൈഡ് എഫക്ട്സ് ഏറ്റവും കുറവായിട്ടുള്ളത്. ഓക്കെ, however, sexual dysfunction commonly occurs with the SSRIs, that is fluoxamine, sertraline and citalopram, as well as with tricyclic antidepressants and SNRIs. ഓക്കെ, അതായത് നമ്മുടെ ഏറ്റവും കുറവ് ഉള്ളത് ആർക്കാ? മെയിനായിട്ട് മിർട്ടാസെപ്പിനാണ് നമ്മുടെ സെക്ഷൽ സൈഡ് എഫക്ട്സ് കുറവായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ലിഥിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലിഥിയം ഈസ് യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് മാനിയ ആൻഡ് ബൈപോളാർ ഡിസോർഡർ അല്ലേ. മാനിക്ക് അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡേഴ്സിനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? ലിഥിയം യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 25-year-old woman has a long history of depressive symptoms accompanied by body aches and pain secondary
to a car accident 2 years earlier. Physical and laboratory tests are unremarkable. Which of the following drugs be useful to this patient? അതായത് നമ്മുടെ 25-year-old വുമണ്ണും എന്താണ് ആൾക്കും ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെയാണ്, എന്താ പറയുക, ബോഡി ഏക്സും പെയിനും. അതായത് 2 വർഷം മുന്നേ ആൾക്കൊരു കാർ ആക്സിഡൻറ്റ് പറ്റിയത് കാരണം ആൾക്ക് എന്തുണ്ട്, ബോഡി ഏക്സും സെക്കൻഡറി പെയിൻസും എല്ലാം തന്നെ ഉണ്ട്. ആളുടെ ഫിസിക്കലും ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ അൺറിമാർക്കബിൾ ആണ്, ഒന്നുമില്ല. ഓക്കെ, അപ്പം ഏത് ഡ്രഗ്സാണ് ആ പേഷ്യൻറ്റിന് യൂസ്ഫുൾ എന്നാണ്? ഡുലോക്സിറ്റിൻ ആണ്. റീസൺ എന്ന് നമുക്ക് നോക്കി നോക്കാം. Duloxetine is a SNRI that can be used for depression accompanied by symptoms of pain. അതായത് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്രസീവ് സിംറ്റംസ് ആണെങ്കിൽ നമുക്ക് ഏത് കൊടുക്കാം? നമ്മുടെ ആ പറയുന്ന ഓപ്ഷൻസിൽ ഡുലോക്സിറ്റിൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, SSRIs ദാറ്റ് ഈസ് ഫ്ലൂഓക്സിറ്റിൻ ആൻഡ് സെർട്ടാലിൻ, അതുപോലെ തന്നെ മാവോ ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള ഫെനാലസിൻ, എ ടിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻ, മെർട്ടാസെപ്പിൻ ഹാവ് ലിറ്റിൽ ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് പെയിൻ സിൻഡ്രംസ്. അതായത് ആ ആൻറ്റി ഡിപ്രസൻ തന്നിരിക്കുന്ന ആ ഡ്രഗ്സിൽ ഏറ്റവും പെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വല്ല സൈഡ് എഫക്ട്സ് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഏതാ? ഡുലോക്സിറ്റിൻ മാത്രമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് ഡുലോക്സിറ്റിൻ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, ഇനി moving to the next question, that is, a 51-year-old woman with symptoms of major depression also has angle closure glaucoma. Okay, which of the following antidepressant should be avoided in this patient? അതായത് ആൾക്ക് എന്തുണ്ട്, ഒരു 51-year-old വുമൺ ആണ്. അപ്പം ആൾക്ക് എന്തുണ്ട്, ഡിപ്രഷനുണ്ട്. ഓക്കെ, ഡിപ്രഷനും ഉണ്ട്, അതുപോലെ തന്നെ അയാൾക്ക് എന്തുണ്ട്, ആംഗിൾ ക്ലോഷർ, അതായത് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയും ഉണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ്, അതായത് ആൾ ഓൾറെഡി ഡിപ്രസീവ് പേഷ്യൻ്റ് ആണല്ലോ, അപ്പോൾ ആൾക്ക് ആൻറ്റി ഡിപ്രസൻസ് ഇതിലേതാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അമിട്രിപ്റ്റലിനാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സെർട്ടാലിൻ ഉണ്ട്, ബിപ്രോപ്പിയോൺ ഉണ്ട്, മെർട്ടാസെപ്പിൻ ഉണ്ട്, ഫ്ലൂഓക്സാമിൻ ഉണ്ട്. എന്താ റീസൺ നോക്കി നോക്കാം. Because of its potent anti-muscarinic activity. Amitriptyline should not be given to patient with glaucoma because of the risk of acute increase in the intraocular pressure. അതായത് നമ്മുടെ അട്രോപ്പിൻ പോലെയുള്ള സെയിം ആക്ഷൻ ആണ് ആർക്കുള്ളത്, അമിട്രിപ്റ്റലിനുള്ളത്. അപ്പോൾ ആ ഡ്രഗ് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻട്രാ-ഓക്കുലർ പ്രഷർ കൂട്ടും. ഓക്കെ, the other antidepressants all lack antagonist activity at the muscarinic receptor. ബാക്കി ആർക്കും എന്തില്ല, മസ്ക്രാനിക് ആക്ടിവിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഡ്രഗ് നമ്മൾ അവോയ്ഡ് ചെയ്തത് ആ പേഷ്യൻറ്റിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 36-year-old man presents with symptoms of compulsive behavior. If anything is out of order, he feels that work will not be accomplished effectively or efficiently. He realizes that his behavior is interfering with his ability to accomplish his daily task but cannot seem to stop himself. Which of the following drugs would be most helpful to this patient? അതായത് ഒരു 36 years old ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് എന്താ സിംറ്റംസ് ഓഫ് കമ്പൾസീവ് ബിഹേവിയർ. അതെന്താ, OCD ആണല്ലേ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസീസ് ആണ് നമ്മുടെ ആൾക്കുള്ളത്. അപ്പം ആൾക്ക് എന്ത് വർക്ക് ചെയ്താലും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഓക്കെ, അതാണ് മെയിൻ കണ്ടീഷൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞതും ആൾക്ക് എന്ത് തോന്നുകയാണ്, വേണ്ട ചെയ്യണ്ട അങ്ങനെ തോന്നുന്ന ഒരു ഫീൽ വരികയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് ഡ്രഗായിരിക്കും ഇതിൽ ഹെൽപ്ഫുൾ ആവുക എന്നാണ്? ഫ്ലൂഓക്സമീൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് OCD പേഷ്യൻസിന് കൊടുക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് വുഡ് ബി മോസ്റ്റ് ഹെൽപ്ഫുൾ ടു ദ പേഷ്യൻറ്റ്? ഓക്കെ, ഫ്ലൂഓക്സമീൻ ആണ് റീസൺ എന്ന് നോക്കി നോക്കാം. SSRIs are particularly effective in treating obsessive compulsive disorder. Okay, and fluoxamine is approved for this condition. OCDക്ക് നമ്മൾ അപ്രൂവ് ആയിട്ടുള്ള ഏത് ഡ്രഗാണ്? നമ്മുടെ ഫ്ലൂഓക്സമീൻ ആണ് അല്ലേ. The other drugs are less effective in the treatment of obsessive compulsive disorder. ഓക്കെ, അപ്പോൾ ബാക്കി ഏതൊക്കെ ഡ്രഗ്സ് ആയിരുന്നു? നിപ്രാമിൻ, അമിട്രിപ്റ്റലിൻ, ട്രാനിൽ, ക്രിപ്പോമൈൻ ആൻഡ് ലിഥിയം. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ്. പക്ഷെ അതിലൊന്നുമില്ല ഈ FDA അപ്രൂവ് ആയിട്ടുള്ള ഡ്രഗ് ഏതാണ്? നമ്മുടെ ഫ്ലൂഓക്സമീൻ ആണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഏജന്റ് വുഡ് ബി എ പുവർ ചോയ്സ് ഇൻ എ 70-year-old elderly
female with depressive symptoms due to the drug having significant alpha 1 receptor antagonism and thus a higher risk for falls due to orthostatic hypotension. അതായത് പൂർ ചോയ്സ്, അതായത് ഒരു ജെറിയാട്രിക് പേഷ്യൻ്റ് ആണ് അല്ലേ, 70-year-old ഫീമെയിൽ പേഷ്യൻ്റ് ആണ്. ആൾക്ക് എന്തുണ്ട്, ഡിപ്രസീവ് സിംറ്റംസ് ഉണ്ട്. എന്ത് കാരണമാണ്, ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ആൽഫ 1 റിസപ്റ്റർ ആൻറ്റഗോണിസം കാരണം. പിന്നെ ആളുകൾക്ക് എന്തുകൂടെ ഉണ്ട്, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷനും കൂടെ ഉണ്ട്. അപ്പം ഇതിലേത് ഡ്രഗ്സാണ് കാരണം എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇമിപ്രാമീനാണ്. ബാക്കി റീസൺ എന്താണെന്ന് നോക്കി നോക്കാം. ലിഥിയം ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ഡിപ്രഷൻ ഇൻ എ എൽഡർലി പേഷ്യൻറ്റ് വിത്തൗട്ട് ഫസ്റ്റ് ട്രൈയിങ് ഫസ്റ്റ് ലൈൻ ആൻറ്റിഡിപ്രസൻസ്. അതായത് ഫസ്റ്റ് ലൈൻ ആൻറ്റിഡിപ്രസൻസ് ട്രൈ ചെയ്യാണ്ട് ആ എൽഡർലി പേഷ്യൻ്റ് അല്ലെങ്കിൽ ജെറിയാട്രിക് പേഷ്യൻ്റ് നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല, ലിഥിയം എന്ന് പറയുന്ന ഡ്രഗ് കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, ആൻഡ് ഈവൻ ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ അഡ്ജേൺ. ബുപ്രോപ്പിയോൺ, സെർട്ടാലിൻ ആൻഡ് escitalopram have very little effect on blood pressure, no alpha 1 receptor antagonism, and are considered acceptable choices for the treatment of depression in the elderly. Okay, അപ്പം നമ്മുടെ ഏത് ഡ്രഗ് നമ്മൾ കൊടുത്തിരിക്കണേ, ഇവിടെ ഇമിപ്രാമീൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇമിപ്രാമീൻ ആണ് പറയുന്നത്. ഇമിപ്രാമീൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈ റിസ്ക് ഓഫ് ഓർത്തോസ്റ്റാറ്റിസ് in this elderly and should be avoided due to its adverse effects profile and the risk for falls. ആള് തല കറങ്ങിയത്, ഇത് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷൻ പറഞ്ഞാൽ അറിയാമല്ലോ, നിന്നെടുത്ത് നിന്ന് ബി പി കുറഞ്ഞിട്ട് താഴെ വീഴുന്ന കണ്ടീഷനാണ് ഓർത്തോസ്റ്റാറ്റിക്. സ്റ്റാൻഡിങ് പൊസിഷനിലുള്ളപ്പോൾ ബി പി കുറയുക. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യണം, ഏത് ഡ്രഗ് അവോയ്ഡ് ചെയ്യണം, ഇമിപ്രാമീൻ അവോയ്ഡ് ചെയ്യണം. കാരണം ഇമിപ്രാമീനാണ് ഏറ്റവും കൂടുതൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 21-year-old male has recently begun pimoside therapy for Tourette's disorder. His parents bring him to the emergency department. They describe that he has been having different appearing tics than before, such as prolonged contraction of the facial muscle while being examined. He experienced opisthosnos, a type of extrapyramidal spasm of the body in which the head and heels are bent backward and the body bowed forward. Which of the following drugs would be beneficial in reducing these symptoms? അതായത് ഒരു 21-year-old മെയിൽ പേഷ്യൻ്റ് ആണ്. ആ പേഷ്യൻ്റ് എന്തുണ്ട്, നമ്മുടെ ഇതുണ്ട് ടോററ്റ് സിൻഡ്രോം. ടോററ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ്. ഓക്കെ, നമ്മുടെ ന്യൂറോൺസിൽ വരുന്ന ഒരു പ്രശ്നമാണ് ടോററ്റ് സിൻഡ്രോം. ഓക്കെ, ആ സിൻഡ്രോമിന് വേണ്ടിയിട്ട് ആൾ എന്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫിമോസൈഡാണ് ടോററ്റ് സിൻഡ്രോമിന് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്. ഓക്കെ, ഫിമോസൈഡ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എമർജൻസി റൂമിലോട്ട് വരികയാണ്. ആൾക്ക് എന്തുണ്ട്, ആളെ എക്സാമിൻ ചെയ്തപ്പം ആൾക്ക് എന്തുണ്ട്, അതായത് എക്സ്ട്രാ പിരമിഡൽ സ്പാസം, ബോഡിയിലൊരു സ്പാസം ഉണ്ട്. അതായത് ഹെഡും ഹീൽസും ബെൻഡായിട്ട് ബോഡി ഫോർവേഡ് ചെയ്ത ഒരു പൊസിഷനിലാണ് ആൾ ഉള്ളത്. അപ്പം ആ കുട്ടിക്ക് ഏത് ഡ്രഗ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബെൻസെട്രോപ്പിൻ ആണ് നമ്മൾ കൊടുക്കുക. റീസൺ നമുക്ക് നോക്കി നോക്കാം. ദ പേഷ്യൻ്റ് ഈസ് എക്സ്പീരിയൻസിങ് EPS, ദാറ്റ് ഇസ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട് ഡ്യൂ ടു pimoside, and a muscarinic antagonist such as benztropine would be effective in reducing the symptoms. അപ്പം പിമോസൈഡ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണ്. അപ്പോൾ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് പിമോസൈഡ് കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ബെൻസെട്രോപ്പിനാണ് എന്ത് ചെയ്യുക, ഹെൽപ്ഫുൾ ആവുക, കാരണം ആൻറ്റഗോണൈസിങ് ആക്ടിവിറ്റിയാണ് ഉള്ളത്. ദ അതർ ഡ്രഗ്സ് വുഡ് ഹാവ് നോ എഫക്റ്റ് ഓർ ഇൻ ദ കേസ് ഓഫ് prochlorperazine and risperidone might increase the symptoms. അതായത് സിംറ്റംസ് കൂട്ടുകയുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ഡ്രഗ്സ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബെൻസെട്രോപ്പിൻ നമ്മൾ കൊടുത്തു. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 28-year-old woman with schizoaffective disorder, combination of mood and psychotic symptoms, reports difficulty falling asleep. Which of the following would be most beneficial in this patient? അതായത് എന്താ, 28-year-old മെയിൽ പേഷ്യൻറ്റിന് വുമൺ ഉണ്ട്. ആൾക്ക് എന്തുണ്ട്, ബൈപ്പോളർ ഡിസോർഡറാണ്. ഓക്കെ, അതായത് മൂഡ് ആൻഡ് സൈക്കോട്ടിക് സിംറ്റംസ് ആണ്. അപ്പം ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് മോസ്റ്റ് ബി ബെനിഫിഷ്യൽ, ഏത് ഡ്രഗാണ് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ പാലിപെരിഡോൺ ആണ് നമ്മുടെ ആൻസർ. എന്താണെന്ന് നോക്കി നോക്കാം.
Paliperidone is the only agent that is FDA approved for schizoaffective disorder. അതായത് schizoaffective ഡിസോർഡേഴ്സിന് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഡ്രഗ് ഏതാണ്? FDA approved ഡ്രഗ് പാലിപ്പെരിഡോൺ ആണ് അല്ലേ. ഇനി ബാക്കിയുള്ള ഡ്രഗ്സ് എടുത്ത് നോക്കി നോക്കാം. Chlorpromazine has significant sedative activity as well as antipsychotic properties and is the drug most likely to alleviate this patient's major complaint of insomnia. അതായത് ബാക്കി നമ്മുടെ ക്ലോർപ്രോമസിൻ എന്ന് പറയുന്നത് സെഡേറ്റീവ് ആക്ടിവിറ്റി ആണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ആൻറ്റിസൈക്കോട്ടിക് പ്രോപ്പർട്ടീസും ഉണ്ട്, അതുകൊണ്ട് നമ്മളത് കൊടുക്കുന്നില്ല. ഓൾദോ അതർ ആൻറ്റിസൈക്കോട്ടിക്സ് മേ ബെനിഫിറ്റ് ദിസ് പേഷ്യൻസ് ഡിസോർഡർ, പാലിപ്പെരിഡോൺ ഹാസ് ദ ഇൻഡിക്കേഷൻ ഫോർ ദിസ് ഡിസോർഡർ ആൻഡ് ഇഫ് ദ അണ്ടർലൈങ് ഡിസോർഡർ ഈസ് ഇംപ്രൂവ്ഡ് ദെൻ ദ സിംപ്റ്റം ഓഫ് ഇൻസോംനിയ മേ ഓൾസോ ഇംപ്രൂവ് വിത്തൗട്ട് റിസ്കിങ് ദ അതർ അൺവാണ്ടഡ് അഡ്വേഴ്സ് ഇഫക്ട്സ് സച്ച് ആസ് ദ ആൻറ്റികോളിനർജിക് ഇഫക്ട്സ് ഓഫ് ക്ലോർപ്രോമസിൻ. അതായത് നമുക്ക് ബാക്കി എല്ലാത്തിനും വേറെ വേറെ എഫക്റ്റാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ FDA അപ്രൂവഡ് ആയിട്ടുള്ള ഡ്രഗ് ഏതാ? പാലിപ്പെരിഡോൺ തന്നെയാണ് അല്ലേ. Okay, next question. A 30-year-old male patient who is treated with haloperidol for his diagnosis of schizophrenia considered to be well managed symptomatically for his psychotic symptoms. However, he is reporting restlessness, the inability to sit at the dinner table, and his family notices that he is pacing up and down hallway frequently. Of the following, which is the best medication to treat the antipsychotic induced akathisia? അതായത് ഒരു 30-year-old പേഷ്യൻ്റ് ആണ്. ആൾക്ക് എന്തുണ്ട്? ആൾ ഓൾറെഡി ഹാലോപെരിഡോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഷിസോഫീനിയ കാരണം ഓൾറെഡി ആൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആൾ വെൽ മാനേജബിൾ ആണ്. സിംറ്റോമാറ്റിക്കലി ആൾ എന്ത് ചെയ്യുന്നുണ്ട്? വെൽ മാനേജബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇനബിലിറ്റി ടു സിറ്റ്, അതായത് ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ആളുടെ ഫാമിലി നോട്ടീസ് ചെയ്യാണ് ആളിങ്ങനെ എന്താ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇരിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ നമ്മുടെ അക്കത്തേഷ്യ എന്ന് പറയുന്ന കണ്ടീഷനിൽ, അതായത് ആൻറ്റിസൈക്കോട്ടിക് ആയിട്ടുള്ള ഹാലോപെരിഡോൾ ഇൻഡ്യൂസ്ഡ് അക്കത്തേഷ്യയ്ക്ക് നമ്മൾ എന്ത് ഡ്രഗാണ് കൊടുക്കുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ പ്രൊപ്രാനോളാണ്. എന്താ നോക്കി നോക്കാം. Propranolol, a beta blocker, is considered the drug of choice for management of antipsychotic induced akathisia. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ആൻറ്റിസൈക്കോട്ടിക് ആയിട്ടുള്ള ഹലോപെരിഡോൺ ഇൻഡ്യൂസ്ഡ് അക്കത്തേസിയയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? നമ്മുടെ ബീറ്റാ ബ്ലോക്കർ ആയിട്ടുള്ള പ്രൊപ്രാനോളാണ്. ഓക്കെ, ബെൻസോട്രോപിൻ ഈസ് മോർ എഫക്റ്റീവ് ഫോർ സ്യൂഡോ പാർക്കിൻസോണിസം ആൻഡ് അക്യൂട്ട് ഡിസ്റ്റോണിയാസ്. Amoxicillin is an antidepressant that has been associated with extrapyramidal side effects. അപ്പോൾ നമ്മൾ ഏതെടുക്കുന്ന ബെൻസോട്രോപ്പിൻ എടുക്കുകയാണെങ്കിൽ സ്യൂഡോ പാർക്കിൻസോണിസത്തിനാണ് കൂടുതലായിട്ട് എഫക്റ്റീവ്, അതുപോലെ തന്നെ അക്യൂട്ട് ഡിസ്റ്റോണിയാസിസ്. ഓക്കെ, ഇനി അമോക്സപ്പിൻ എടുക്കുകയാണെങ്കിൽ ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. ആൾക്ക് എന്താ കുറേ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഓക്കെ, ഇനി ബ്രോമോക്രിപ്റ്റിൻ എടുക്കുകയാണെങ്കിൽ പാർക്കിൻസോണിസം ലൈക്ക് സിംറ്റംസ് ആൻഡ് ഡാൻഡ്രോളിൻ ആൻഡ് മസിൽ റിലാക്സൻ്റ് ആണ്. അതുപോലെ തന്നെ സിംറ്റംസ് ഓഫ് ന്യൂറോലെപ്റ്റിക് മെലിഗ്നൻറ്റ് സിൻഡ്രോംസിലാണ് നമ്മൾ ഏതൊക്കെ എടുക്കുന്നത്? ഡെൻട്രോളിനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രഗ് ഓഫ് ചോയ്സ് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 9-year-old boy is sent for neurologic evaluation because of episodes of apparent inattention. Over the past year, the child has experienced episodes during which he develops a blank look on his face and his eyes blink for 15 seconds. He immediately resumes his previous activity. Which one of the following best describes this patient's seizure? ഇത് സീഷർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു 9-year-old ബോയ് ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷന് പോയപ്പം എന്തുകൊണ്ടാണ് പോയേ? ബിക്കോസ് ഓഫ് എപ്പിസോഡ്സ് ഓഫ് അപ്പാരൻറ്റ് ഇൻഅറ്റൻഷൻ, അതായത് കുട്ടി ശ്രദ്ധിക്കുന്നില്ല, ഇൻഅറ്റൻഷൻ ഉണ്ട്. ഓക്കെ, over the past year the child has experienced episodes during which he develops blank look on his face and his eye. അതായത് ആളിങ്ങനെ ഇങ്ങനെ നോക്കും, അങ്ങനെ നോക്കിയിട്ട് ബ്ലിങ്ക് ചെയ്യാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും 15 സെക്കൻഡ്സ്. എന്താ പറയുക, തുറച്ചു നോക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഹി ഇമ്മീഡിയറ്റ്ലി റെസ്യൂംസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? വേറെ ഡ്യൂട്ടി ചെയ്യും. അവൻ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഡ്യൂട്ടിയിലോട്ട് വീണ്ടും അത് ചെയ്യാനായിട്ട് പോകും. അപ്പം ആ കണ്ടീഷനിൽ ആ പേഷ്യൻറ്റിൻ്റെ സീഷറിന് പറ്റിയ ഡ്രഗ് ഏതാണെന്നാണ്. ഇതേത് ആബ്സെൻറ്റ് സീഷറാണ് അല്ലേ? ആബ്സെൻറ്റ് സീഷറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സീഷറാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ? ആബ്സെൻറ്റ് സീഷറാണ്. കാരണം എന്താ? ആ കുട്ടി അറിയുന്നില്ല. ഒരു 15 സെക്കൻഡ്സ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട്
പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലിങ്ക് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ അവൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്ന വർക്കാണ്, ആ ഒരു സെക്കൻഡ്, ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ആ കുട്ടി എന്താണ് ആബ്സെൻസ് ആവുക ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആബ്സെൻസ് സീഷറായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ പേഷ്യൻ്റ് ഈസ് എക്സ്പീരിയൻസിങ് എപ്പിസോഡ്സ് ഓഫ് ആബ്സെൻസ് സീഷേഴ്സ് അല്ലേ. കോൺഷ്യസ്നെസ് ഈസ് ഇംപയർഡ് ബ്രീഫ്ലി ആൻഡ് ദേ ജനറലി ബിഗിൻ ഇൻ ചിൽഡ്രൻ ഏജ്ഡ് 4 to 12 years. അതായത് 4 to 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കോൺഷ്യസ്നെസ് ഒക്കെ ഇങ്ങനെ വരാൻ പോകുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാവാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഡയഗ്നോസിസ് ഇൻക്ലൂഡ്സ് ഒബ്റ്റെയിനിങ് ആൻ EEG ദാറ്റ് ഷോസ് ജനറലൈസ്ഡ് 3 HZ waves. അതായത് ഡയഗ്നോസിസിൽ കാണിക്കുന്നത് ആബ്സെൻസ് സീഷർ ആണെന്ന് ഡയഗ്നോസിസിലാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A child is experiencing absence seizures that interrupt his ability to pay attention during school and activities. Which of the following therapies would be most appropriate for this patient? അതായത് ഒരു കുട്ടി ആബ്സെൻസ് സീഷർ എവിടെ വെച്ച് ഉണ്ടാക്കുകയാണ്, അതായത് സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ്. ആബ്സെൻസ് സീഷർ ആ കുട്ടിക്ക് വരികയാണ്, കാരണം ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല, അറ്റൻഷൻ കിട്ടുന്നില്ല. ഓക്കെ, ആൻഡ് ആക്ടിവിറ്റീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്, അപ്പോൾ ഏത് തെറാപ്പീസാണ് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് അല്ലേ. ഇവിടെ എത്തോസക്സമൈഡാണ്. കാരണം എന്താണെന്ന് നോക്കി നോക്കാം. The patient has had many seizures that interrupt his ability to pay attention during school and activities. So therapy is justified. Monotherapy with primary agents is preferred for most patients. The advantages of monotherapy include reduced frequency of adverse effects, fewer interactions between anti-epileptic drugs, lower cost and improved compliance. Carbamazepine and diazepam are not indicated for absence seizure. ഇതിന് എന്ന് മനസ്സിലാക്കാമെന്നറിയോ, നമ്മുടെ ഈ എത്തോസക്സിമൈഡ് എന്ന് പറയുന്നത് സൈഡ് എഫക്ട്സ് കുറവാണ്, അതുപോലെ തന്നെ ലോവർ കോസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാർബമസപ്പിനും ഡയസപ്പിൻസും നമ്മൾ ആബ്സെൻസ് സീഷറിന് കൊടുക്കാറില്ല. മോണോതെറപ്പിയാണ് നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 25-year-old woman with myoclonic seizures is well controlled on valproate. She indicates that she is interested in becoming pregnant in the next year. With respect to her anti-epilepsy medication, which of the following should be considered? അതായത് ഒരു 25-year-old woman, ആൾക്ക് എന്തുണ്ട്, ഓൾറെഡി മയോക്ലോണിക് സീഷേഴ്സ് ഉണ്ട്, ആൾ വാൽപ്രേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ആൾക്ക് എന്തുണ്ട്, നെക്സ്റ്റ് ഇയർ പ്രഗ്നൻ്റ് ആവാം എന്നുള്ളൊരു ഇതുണ്ട്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഹെർ ആൻറ്റി എപ്പിലെപ്സി, അപ്പോൾ ഓൾറെഡി വാൽപ്രേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം എന്താണ് ആ ഏത് കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, കൺസിഡർ സ്വിച്ചിങ് ടു ലാമോട്രിഗിനിലോട്ട് സ്വിച്ച് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സീഷർ ഉള്ള കണ്ടീഷനിൽ പ്രഗ്നൻസി സമയത്ത് നമ്മൾ എന്തെടുക്കാൻ പാടില്ല, വാൽപ്രേറ്റ് എടുക്കാൻ പാടില്ല. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. റീസൺ നമുക്ക് നോക്കി നോക്കാം. Valproate is a poor choice in women of childbearing age. A review of the medication history of this patient is warranted. If she has not tried any other anti-epilepsy medication, then consideration of another anti-epilepsy medication may be beneficial. Studies show that valproate taken during pregnancy can have a detrimental effect on the cognitive abilities in children. അതായത് നമ്മൾ വാൽപ്രേറ്റ് എടുക്കാൻ പാടില്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, കാരണം വേറെ സൈഡ് എഫക്ട്സ് വരുമെന്നാണ് പറയുന്നത്.